ഈശ്വര. ഓ ഓ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസ്ഥാനം കൊടുക്കണേ. ശാന്ത വേണമാ എന്തോന്ന് പ്രസാദം? അയ്യോ പൊക്കോ ദോ വന്നിട്ടേ. എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധി കൊടുക്കണം. அது வந்து நம்ம சாந்தம் கிட்ட பிரசாதம் கேட்டா அப்படினா நோக்கு நன்னா தெரியும் எனக்கு இந்த ஏற்பாடெல்லாம் பிடிக்காதுன்னு. தெரியும் தெரியும் எனக்கு நல்லா தெரியும். എൻ അൻപ് റുക്കു എന്റെ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെരിയും എൻ റുക്കു ആരെന്ന്. തിന്നോളൂ, അല്ല തൊട്ടോളൂ. ஐயோ ஆபீஸ் போற டைம் ஆச்சு, ஒண்ணு சாப்பிட வேண்டாமா? நம்ம சாந்தா கிட்ட சொல்லி ஏதாவது. வேண்டானா நானே எடுத்து வருவேன். வேണ്ട ருக்கு, டாக்டர் என்ன சொல்லிருக்கு தெரியலையா? உனக்கு பெட் ரெஸ்ட் தானே? டாக்டர்ஸ் எல்லாம் அப்படி தான இல்லவா? நான் ரெஸ்ட் எடுத்தாச்சுன்னா உங்களை யார் பாக்குறது? அது பிரச்சனை இல்ல, உள்ள நம்ம சின்ன கண்ணு இருக்கு இல்லையா? போங்கண்ணா. ஐயோ அப்படி போவாது, மெதுவா போணும். இப்படி வெக்கமா இருக்குண்ணா. வாடக்கண்ணா. இப்படியா? போங்க. ருக்கு, நான் போயிட்டு வரேன். ஐயோ நான் ஒரு விஷயம் மறந்துட்டேன். என்ன விஷயம்? ஐயோ சாரிண்ணா, வலிச்சதா? ரோட்ல எல்லாம் நிறைய பெண்ணுங்கள் உண்டு, அவராரும் என் புருஷனை கண்ணு வைக்க கூடாது, அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது, ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா வரணும். ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമാ? ഇല്ലണ്ണാ, കണ്ടത്തിൽ വെച്ച കോലം പോലെ ഞാൻ വരട്ടിറക്കൂ. അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി. അപ്പൊ കേട്ടോ, മോർണിംഗ് മോർണിംഗ്. ഇതെന്ത് ഈ വേഷത്തിൽ? ഓട്ടം തുള്ളലുണ്ടാ നിനക്ക്? കുത്തുവാക്ക് പറയല്ല എന്റെ അപ്പക്കുട്ട. സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത്. ഇവിടെ ഇവിടെ ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പോട്ടത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവൂ, രേണുവെങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ. ഇത് സഹതാപം അല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛ. അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്, അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി. മതി മതി, പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ഓരോ അയ്യോ, ആ ബോംബ് വിളിക്കുന്നു, പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടിനും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ. കാശ് കൊടുത്ത് വാങ്ങാതെ വല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല. അതവന്റെ അമ്മായിയപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ, അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ. ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്, അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളത് ഒരു അന്തസ്സാ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് 5-6 കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ വേണ്ട. കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി, കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര മതിയായിരുന്നു. ഭസ്മക്കുറിയത് കവിളിലൊരു കറുത്ത കുത്ത സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്താ അയാൾ വിലസണ്ടല്ല. പാപ്പാ റുക്കു இப்ப தாண்டி உட்காரமா. பாப்பா, உனக்கு நான் எந்தெல்லாம் கொண்டு வந்திருக்கேன்னு பாத்தியா? என்னப்பா?
ചക്ക പച്ചമാങ്ങ പുളി ലഡു പഴംപൊരി. எப்பா என் ஆத்துக்காரனுக்கு மாங்காய் சம்மந்தினா ரொம்ப பிடிக்கும். அப்படியா? அதுக்கல்ல கண்ணா, இந்த டைம்ல பெம்பிள்ளாருக்கு புளி எல்லாம் ரொம்ப இஷ்டம் ஆயிடும். ஆமாடி. வெக்கமா இருக்குப்பா. பாரடி குழந்தை வெக்கப்படுற. போங்கப்பா. பாப்பா இந்த வாடகை விட்டதெல்லாம் கிடைக்குமா? ஓ நாத்துக்காரன் கிட்ட நான் 1000 தடவை சொல்லிருக்கேன். கம்பெனி ஒன்றும் வேண்டாம், இந்த சிட்டி இந்த கிளம்பி நம்ம ஊருக்கு போகலாம். அதெல்லாம் வேண்டாப்பா, அதெல்லாம் அவரோட இஷ்டம். இதெல்லாம் எடுத்து உள்ள வை. சரி. வெயிட் பாப்பா, இந்த பொண்ணு இங்க தானா தங்க இருக்க? இல்லப்பா, காலையில வந்து சாயந்தரம் போயிடுவா. காலையில எத்தனை மணிக்கு? ஒரு 7:30 மணிக்கு. 7:30 மணிக்கு இங்க வருவாரா? ஏப்பா ஒரே கன்ஃபியூஷனா இருக்கீங்க? இல்ல ருக்குமணி, ஏன் மருமகனுக்கு வேற பெம்பிளார மூஞ்சி பாக்குறது பிடிக்காதுன்னு எனக்கு முன்னாடி தெரியும். பின்ன எதுக்கு இல்ல சார்? கரெக்ட்ப்பா, அவர் ஏன் முகத்தை அல்லாத வேறொரு பொம்பளையோட முகத்தை ஆக்கவே மாட்டார். ஆமா. அப்போ ஒரு காரியம் செய், இந்த சாந்தாவோடு 8:30 மணி கழிஞ்சு வந்தா போதும்னு நீயே சொல்லு. சரிப்பா. கேட்டோ சாந்தா, நீ 8:30 மணி கழிஞ்சு இங்க வந்தா மதி. எதுக்கு அவனு மனசுல பிடிக்காம வேலையெல்லாம் செய்யணும்ல பாப்பா? ஆமாப்பா, கரெக்ட்ப்பா, கரெக்ட். மோளே, உன் ஆத்துக்காரரு பூஜை எல்லாம் கரெக்டா பண்ணுவாரா? ஆமாமா, இப்ப ரொம்ப ஆசி. ஆமாமா, காலையில இருந்து குளிச்ச பூஜை முடிச்ச ஆபீஸுக்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பா. பாத்தியாப்பா, மணி 10 ஆச்சு. இப்ப அவர் குருவாயூரப்பன் படத்துக்கு முன்னாடி உட்கார்ந்து அப்படியே போய் கும்பிட்டுட்டே இருப்பார். வா சாமி. Yes. I glad to inform you that my reputed advertising firm excuse me Rina, ഞാൻ എവിടെ നിർത്തി? Sorry. Advertising firm. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. സാർ, എന്താണോ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന്. ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയിട്ടവൻ. ഡീറ്റെയിൽസ് ബിലോ ഒന്നുമില്ല. സോറി, ഡീറ്റെയിൽസ് ബിലോ. അല്ലെ പിന്നെ വല്ലേ, ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു, വാച്ചാണ് പൊക്കിക്കോളൂ. ഇങ്ങനെ ഇഷ്ടായി, എനിക്കിഷ്ടായി. അല്ല, എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്, ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പാവ് ഉനക്ക് ഞാൻ തന്നത്. ശരിയാ, എൻ പാപ്പാവുക്ക് ഏജ് കൊഞ്ചം ജാസ്തിയായി പോச்சு. പിന്നെ പേശുമ്പോത് കൊഞ്ചം വിക്ക് വരും. അതുകൊണ്ട് തന്നെ വിവാഹ കമ്പോളത്തില് അവക്ക് മാർക്കറ്റ് ரொம்ப കമ്മിയാச்சு. അത് മണത്തെറിഞ്ഞ് വന്നവനാ നീ. പക്ഷേ നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെരിയും. എൻ പാപ്പാവെ കെട്ടി ഉനക്ക് ராசாவாய் வாழணும். ஆய்க்கோ, அதுக்கு தானடா என் பாப்பா உனக்கு கல்யாணம் பண்ணி தந்தது. அப்பா, இப்படி ஒன்னும் சொல்லக்கூடாது. ருக்கு எனக்கு கண்ணு மாதிரியாப்பா. கண்ணோ காலோ அவன் உனக்கு தெரியாது. ഏയ്, നിന്നെ പോലെ എങ്ങുന്നോ തരകിടയെ വന്നവനാ ഞാനും. എന്ത് വേണത് ആയിക്കോ, പക്ഷേ എന്റെ ഒറ്റ മളർക്കൂ, അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നെ ഞാൻ കൊന്നുടുവേ. ஞாபகம் வச்சுக்கோ.